ഹായ് ഹലോ ജിയോസ്, എല്ലാ മക്കൾക്കും എജുമേറ്റിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിൻ്റെ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ. പച്ചില തുമ്പിലൂടെ എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ STD2 ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രവർത്തനം 8.1. വിവരണം തയ്യാറാക്കാം. വിത്ത് മുള പൊട്ടി. വെണ്ട വിത്തും മത്തൻ വിത്തും അവരുടെ തളിരിലകൾ നീട്ടി പുറത്തേക്ക് നോക്കി. അവർ ചുറ്റും കണ്ട കാഴ്ചകൾ എന്തെല്ലാം? അവരാദ്യമായിട്ട് ഭൂമി കാണുകയാണല്ലേ. അവരെന്തെല്ലാം കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും? ഒരുപാട് ചെടികൾ കണ്ടിട്ടുണ്ടാവും, മരങ്ങള്, ആകാശം കണ്ടിട്ടുണ്ടാവും, സൂര്യൻ, പറവകൾ പാറുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. നമുക്കൊന്ന് എഴുതി നോക്കാട്ടോ മക്കളെ. നോക്കൂ, നീലാകാശവും ചുറ്റിലും പച്ച വിരിച്ച പുൽത്തകിടുകളും മാനം മുട്ടേ ഉയർന്നു നിൽക്കുന്ന മരങ്ങളും അവർ കണ്ടിട്ടുണ്ടാകും. പല നിറത്തിലും പല വലിപ്പത്തിലും പൂക്കൾ ചെടികളിൽ വിരിഞ്ഞു നിൽക്കുന്നതും പൂച്ചകളും കോഴികളും മറ്റു ജീവികളും മുറ്റത്തോടിയും ചാടിയും കളിക്കുന്നതും ആകാശത്ത് പറവകൾ പാറി നടക്കുന്നതും അവർ കാണും. തുമ്പികളും പൂമ്പാറ്റകളും പൂക്കൾക്ക് ചുറ്റും പാറി നടന്ന് തേൻ കുടിക്കുന്നതും കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ഇനിയും മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കാട്ടോ. ഇനി അടുത്തത് നോക്കൂ, പ്രവർത്തനം 8.2. പൂക്കൾ പല നിറം. വെണ്ടച്ചെടി മൊട്ടിട്ട് തുടങ്ങി. മൊട്ടുകൾ വിരിഞ്ഞു, മഞ്ഞ പൂക്കളായി. എല്ലാ പച്ചക്കറികളുടെയും പൂക്കൾ മഞ്ഞ നിറത്തിലുള്ളവയാണോ? നിരീക്ഷിച്ചു തരംതിരിക്കാം. ആണോ മക്കളെ? അല്ലല്ലേ. ചിലത് മഞ്ഞ നിറത്തിലായിരിക്കും, ചിലത് വെള്ള നിറമായിരിക്കും. വേറെയും പല നിറത്തിലും നമ്മൾ എന്ത് കാണാറുണ്ട്? പൂക്കൾ കാണാറുണ്ട് അല്ലേ. പച്ചക്കറികളുടെ പൂക്കൾ കാണാറുണ്ട്. നമുക്കൊന്ന് തരംതിരിച്ച് നോക്കാം. നോക്കൂ, നമുക്കിവിടെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മഞ്ഞ പൂക്കളുള്ള പച്ചക്കറികൾ, വെള്ള പൂക്കളുള്ള പച്ചക്കറികൾ, മറ്റുള്ളവ. നമുക്ക് കുറച്ച് എഴുതി നോക്കാം കേട്ടോ. മഞ്ഞ പൂക്കളുള്ള പച്ചക്കറികൾ ഏതെല്ലാമാണ്? വെണ്ടച്ചെടി, മത്തൻ, പാവയ്ക്ക, വെള്ളരി, കുമ്പളം. വെള്ളപ്പൂക്കളുള്ള പച്ചക്കറികൾ കോവൽ, പടവലം, മുളക്, മുരിങ്ങ. മറ്റുള്ളവ വഴുതന, പയറ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ. ഇനിയും ഒരുപാട് പച്ചക്കറികളുണ്ട് കേട്ടോ. മക്കൾക്ക് കിട്ടുന്നതെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? പ്രവർത്തനം 8.3. വരികൾ കൂട്ടിച്ചേർക്കാം. അറിയാമോ? മത്തൻ വള്ളിയെ അറിയാമോ? പൂവിൽ നിറമെന്തറിയാമോ? മത്തൻ വള്ളിയെ അറിയാമേ, മത്തൻ പൂവിന് മഞ്ഞ നിറം. വെള്ളരി വള്ളിയെ അറിയാമോ? പൂവിൻ നിറമെന്തറിയാമോ? വെള്ളരി വള്ളിയെ അറിയാമേ, വെള്ളരിപ്പൂവിന് മഞ്ഞ നിറം. പാവൽ വള്ളിയെ അറിയാമോ എന്ന് മാത്രമാണ് നമ്മൾ തന്നിട്ടുള്ളത്. ബാക്കി നമുക്ക് കൂട്ടിച്ചേർക്കണം. അപ്പം അടുത്ത വരികൾ എന്തായിരിക്കും? പൂവിൻ നിറമെന്തറിയാമോ എന്നായിരിക്കും അല്ലേ. അപ്പം നമുക്ക് എഴുതി നോക്കാം കേട്ടോ. പൂവിൻ നിറമെന്തറിയാമോ? പാവൽ വള്ളിയെ അറിയാമേ, പാവൽ പൂവിന് മഞ്ഞ നിറം. അടുത്തതാരാണ്? കോവൽ വള്ളിയെ അറിയാമോ? പൂവിൻ നിറമെന്തറിയാമോ? കോവൽ വള്ളിയെ അറിയാമേ, കോവൽ പൂവിന് വെള്ള നിറം. ഓക്കെ അല്ലേ. അടുത്ത പ്രവർത്തനം നോക്കൂ, പ്രവർത്തനം 8.4. കണ്ടെത്തി എഴുതാം. വെണ്ടച്ചെടി തല ഉയർത്തിയും മത്തൻ വള്ളി മണ്ണിലിഴഞ്ഞും കൂട്ടുകാരെ കണ്ടെത്തി. ആരൊക്കെയാവും കൂട്ടുകാർ? മത്തൻ വള്ളിയുടെ കൂട്ടുകാർ, വെണ്ടച്ചെടിയുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞ് 2 ടേബിൾ തന്നിട്ടുണ്ടല്ലേ. അപ്പം ആരൊക്കെയായിരിക്കും? മത്തൻ വള്ളിയുടെ കൂട്ടുകാർ താഴെ പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ മുകളിലൂടെ പടർന്നു പിടിക്കുന്ന പച്ചക്കറികളായിരിക്കും അല്ലേ. വെണ്ടച്ചെടിയുടെ കൂട്ടുകാരോ? നിവർന്നു നിൽക്കുന്ന ചെടികൾ അല്ലെങ്കിൽ നിവർന്നു നിൽക്കുന്ന പച്ചക്കറികളായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. മത്തൻ വള്ളിയുടെ കൂട്ടുകാർ: വെള്ളരി, കുമ്പളം, കോവൽ, പാവയ്ക്ക, തണ്ണിമത്തൻ. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. പടവലം എഴുതാം, പയർ എഴുതാം, ബീൻസ് എഴുതാം, ഒക്കെ എഴുതാം കേട്ടോ. വെണ്ടച്ചെടിയുടെ കൂട്ടുകാർ: തക്കാളി, വഴുതന, മുളക്, മുരിങ്ങ, ചീര. വേറെയും ഒരുപാട് ചെടികളുണ്ടാവേ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കൂ, പ്രവർത്തനം 8.5. പാടാം, രസിക്കാം. നമുക്ക് അവിടെ താഴെ അപ്പൂപ്പൻ താടിയെ കുറിച്ചുള്ളൊരു കവിത തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒപ്പം ഒന്ന് പാടി നോക്കാം. താടിക്കാരൻ. താടിക്കാരനപ്പൂപ്പൻ്റെ തോളിൽ തൂങ്ങിയതാരാണ്? പഞ്ഞിക്കെട്ടിനുള്ളിലിരിക്കും കുഞ്ഞാണിവളൊരു വിത്താണ്. ചിറകുകളില്ലെന്നാലും കാറ്റിൽ പാറി വരുന്ന കരുത്താണ്. ഓക്കെ, ഇഷ്ടമായല്ലോ മക്കൾക്ക്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ, പ്രവർത്തനം 8.6.
ചേർത്ത് പറയാം എഴുതാം. നമുക്കവിടെ താഴെ ഓരോരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോ പദങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കോമയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അത് രണ്ടും കൂടി ചേർത്ത് പറയാനാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. തല ഉയർത്തി, തല ഉയർത്തി. അത് ചേർത്ത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? തലയുയർത്തി. ഓക്കെ, തല ഉയർത്തി നോക്കി എന്നൊക്കെ പറയില്ലേ. ഇനി അടുത്തത് മണ്ണിൽ ഇഴഞ്ഞു. അത് ചേർത്ത് പറയുമ്പോൾ മണ്ണിലിഴഞ്ഞു എന്നായിരിക്കും. മത്തൻ വള്ളി മണ്ണിലിഴഞ്ഞു പോകും അല്ലേ. അടുത്തത് ചെവിയിൽ എന്തോ. ചെവിയിൽ എന്തോന്ന് ചേർത്ത് എഴുതുമ്പോൾ ചെവിയിൽ എന്തോ എന്നാവും. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 8.7 പാചകക്കുറിപ്പ് തയ്യാറാക്കാം. നമുക്കവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ടല്ലേ, വിഭവത്തിൻ്റെ പേരും അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതൊക്കെ എഴുതാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇള വിഭവം തയ്യാറാക്കുന്നതിൻ്റെ പാചകക്കുറിപ്പ് എഴുതാം. എന്തിനെക്കുറിച്ചാണ്? ഇലയെ കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. വിഭവത്തിൻ്റെ പേര് ചീര താളിപ്പ്. ചേരുവകൾ ചീര, വെളിച്ചെണ്ണ, ചെറിയുള്ളി, മുളക്, ഉപ്പ്, വെള്ളം. തയ്യാറാക്കുന്ന വിധം: വെളിച്ചെണ്ണ ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുക. ഉള്ളി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കഴുകി വെച്ച ചീരയില ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും എരിവിനുള്ള മുളകും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് അടച്ചു വെക്കുക. ചീരയില വെന്തു കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നും മാറ്റാവുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 8.8 കടങ്കഥകൾ എഴുതാം. പച്ചക്കറികളുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടെത്തിയ കടങ്കഥകൾ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതിന് താഴെ വലിയൊരു ബോക്സ് തന്നിട്ടുണ്ട്. നമുക്കതിൽ ഒരുപാട് കടങ്കഥകൾ എഴുതാം കേട്ടോ. നോക്കൂ. ഇരുട്ടുമുറിയിൽ വെള്ളിത്തളിക. ഉത്തരം ചേമ്പ്. അക്കരെ നിൽക്കും കാളക്കുട്ടന് 62 മുടിക്കയറ്. ഉത്തരം മത്തനും വള്ളിയും. ഒരമ്മയുടെ മക്കളെല്ലാം നരയന്മാർ. ഉത്തരം കുമ്പളങ്ങ. 4 കണ്ടാൽ സുന്ദരി തോലു കളഞ്ഞാൽ കഴമ്പില്ല. ഉത്തരം ഉള്ളി. കുഞ്ഞി സഞ്ചിയിൽ നിറയെ ചില്ലറ. ഉത്തരം വറ്റൽ മുളക്. കയ്പുണ്ട് കാഞ്ഞിരമല്ല, മുള്ളുണ്ട് മുരിക്കല്ല. ഉത്തരം പാവയ്ക്ക. വേറെയും ഒരുപാട് പച്ചക്കറികളെ കുറിച്ചുള്ള കടങ്കഥകൾ ഉണ്ടാകും. മക്കൾ നോക്കി എഴുതണേ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 8.9 വിത്ത് നടാം നിരീക്ഷിക്കാം. നിങ്ങൾ നട്ട ഏതെങ്കിലും ഒരു പച്ചക്കറി വിത്ത് നിരീക്ഷിച്ച് ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് താഴെ ഏതാണ് നട്ട വിത്ത് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളുടേതനുസരിച്ച് എഴുതണേ. അപ്പോൾ ഞാൻ നട്ട വിത്ത് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെണ്ടാന്ന് എഴുതാം, പയറെന്ന് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാൻ നിരീക്ഷിച്ചത് തീയതി അവിടെ എഴുതിയിട്ടുണ്ട്. മക്കളവിടെ ബോക്സിൽ കണ്ടില്ലേ. അപ്പം ആദ്യം അവിടെ എന്തായിരിക്കും നമ്മൾ എഴുതാം? നമ്മൾ കുഴിച്ചിടുന്നതായിരിക്കും അല്ലെ, വിത്ത് നടുന്നതിനെ കുറിച്ചായിരിക്കും എഴുതാം. അപ്പം ആദ്യം വിത്ത് മണ്ണിൽ നട്ടു എന്ന് എഴുതാം. അപ്പോൾ ഏതാണോ തീയതി അതവിടെ എഴുതാം. എന്നിട്ട് പിന്നെന്തായിരിക്കും? ആ വിത്തിനെ നിരീക്ഷിച്ച് വിത്ത് മുളയ്ക്കില്ലേ, വിത്ത് മുളച്ചു അവിടെ എഴുതാം. വിത്ത് എത്രാമത്തെ ദിവസമാണ് മുളച്ചത് ആ തീയതി അവിടെ എഴുതാം. പിന്നെ വിത്തിൽ ഇലകൾ വന്നത് ഏത് ദിവസമാണ് അതവിടെ എഴുതാം. പിന്നീട് എന്താ സംഭവിക്കുന്നത്? വിത്ത് ആ ചെടി അല്ലെങ്കിൽ തയ്യ് വലുതായി അല്ലെങ്കിൽ 4 ഇലകൾ വന്നു, അത് നിങ്ങൾക്ക് തീയതി എഴുതാം. പിന്നെ വലുതായതിനു ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പൂവിട്ടു അല്ലെങ്കിൽ മൊട്ടിട്ടു എന്നുള്ളത് ഏതാണോ തീയതി അത് എഴുതാം. പിന്നെ പൂവിരിഞ്ഞത് ഏതാണോ തീയതി അത് എഴുതാം. അതിനുശേഷം കായ ഉണ്ടായി, കായ ഏതാണോ തീയതി അത് എഴുതാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ കായ പറിച്ചതൊക്കെ എഴുതാം. ഓക്കെ, മക്കളത് ഒറ്റയ്ക്ക് ചെയ്യണേ. ഇതോടുകൂടി നമ്മുടെ ഈ ആക്ടിവിറ്റി ബുക്കിലെ പ്രവർത്തനങ്ങളെല്ലാം കംപ്ലീറ്റഡ് ആണ്. മക്കൾക്ക് എല്ലാവർക്കും ആക്ടിവിറ്റീസും അതിലെ ആൻസേഴ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്